ജിൻഡോനെ ഞാൻ വന്നിട്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത്. അപ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിക്ക് സംസാരിച്ചു, നമ്പറൊക്കെ തന്നു, അങ്ങനെ മെസ്സേജൊക്കെ അയച്ചു. അപ്പോൾ നല്ല സ്വഭാവമായിരുന്നു ആദ്യമൊക്കെ. പിന്നെ പിന്നെ സംസാര രീതിയിൽ ഇവിടെ നിനക്ക് അവസരം തരാം, പിന്നെ അതുപോലെ തന്നെ നിനക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാം, നീ ഇങ്ങോട്ട്. ഹായ്, ആദ്യം തന്നെ മുടിയിൽ ചെറിയൊരു മാറ്റമൊക്കെ വെച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഇട്ട വീഡിയോയിൽ നിങ്ങൾ കരുതും വേറെ കോലം, ഇപ്പം എന്ത് വേറെ. സത്യം ഇതിൻ്റെ ഇടയിൽ ടൈമിൽ പോയി മുടിയൊന്ന് മാറ്റി പിടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ മുടിയല്ലല്ലോ നമ്മളുടെ വിഷയം സിജോ ജിൻഡോ സിജോ ഫൈറ്റിന് ഒരവസാനമല്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാണകം വാരി എറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം ഫൈനലി സിജോ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ആ വീഡിയോയിൽ ജിൻഡോ പല സ്ത്രീകളോടും മോശമായി പെരുമാറിയതിൻ്റെ റെക്കോർഡിങ് സ്ത്രീകൾ തന്നെ വളരെ ഓപ്പണപ്പായി പറയുന്ന കുറച്ച് വോയിസുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം അതൊരു ജിൻഡോ പറയുന്നത് പോലെ വെറുതെ വായ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിലുള്ള ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി അല്ല. കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി ഉണ്ട്, കുറച്ചും കൂടെ ഒരു സത്യമുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കുറേ റെക്കോർഡിങ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മെല്ലെ ഓരോ റെക്കോർഡിങ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടു നോക്കാം. ജിൻഡോ ചേട്ടൻ്റെ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ ലീലാവിലാസങ്ങൾ. ജിൻഡോനെ ഞാൻ വന്നിട്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത്. അപ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിക്ക് സംസാരിച്ചു, നമ്പറൊക്കെ തന്നു, അങ്ങനെ മെസ്സേജൊക്കെ അയച്ചു. അപ്പോൾ നല്ല സ്വഭാവമായിരുന്നു ആദ്യമൊക്കെ. പിന്നെ പിന്നെ സംസാര രീതിയിൽ ഇവിടെ നിനക്ക് അവസരം തരാം, പിന്നെ അതുപോലെ തന്നെ നിനക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാം, നീ ഇങ്ങോട്ട് വാ, നമുക്ക് ജിമ്മിൻ്റെ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്യണം, എറണാകുളത്തേക്ക് വാ, ഫ്ലാറ്റിലേക്ക് വാ എന്ന് അങ്ങനെയൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്നെ അങ്ങനെ കരുതരുത്, ഞാനൊരു ഏട്ടനെ പോലെയാണ് കണ്ടിട്ടുള്ളത്. അപ്പം ആ രീതിയിൽ തന്നെ എന്നെ കാണാം, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം നിങ്ങളെ ബിഗ് ബോസിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വലിയതായിട്ട് ആരാധിക്കുന്ന ഒരാളായിരുന്നു, പക്ഷെ എനിക്ക് ഇങ്ങനെയൊന്നും ഇഷ്ടമല്ല. അപ്പം ഇല്ല, പുള്ളിക്കാരൻ അപ്പോൾ പറഞ്ഞ എൻ്റെ അടുത്ത്, ഇല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചോളെ, ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച കാര്യമൊന്നും പുറത്തേക്കൊന്നും പറയാൻ നിൽക്കണ്ട, അങ്ങനെ ഒരു രീതിയിൽ സംസാരിച്ചു എൻ്റെ അടുത്ത്. അപ്പം ഞാനത് വിട്ടു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ ഒരു പ്രോഗ്രാമിൻ്റെ ആവശ്യത്തിന് എറണാകുളത്ത് വന്നപ്പോൾ എൻ്റെ സ്റ്റോറിയൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരൻ പിന്നെയും എനിക്ക് മെസ്സേജ് അയച്ചിട്ട്, ഫ്ലാറ്റിലേക്ക് വന്നൂടെ, നമുക്ക് ഇവിടെ ഇരിക്കാം, 2 ദിവസം സ്റ്റേ ചെയ്യണം, അങ്ങനെയാണ്, എന്നാൽ നമുക്ക് ഷൂട്ടൊക്കെ ചെയ്തിട്ട് പോവാം, കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അതെൻ്റെ അമ്മയോട് സംസാരിച്ചു. അപ്പം അമ്മയ്ക്ക് അത് അത്ര. ആദ്യം തന്നെ എനിക്ക് ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട് എന്ന് കരുതി ഇവരൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് കരുതുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ഈ നമ്മൾ ആരാധിക്കണം, അല്ലെങ്കിൽ നമുക്ക് അവരോടൊരു താല്പര്യം ഉണ്ടാവണം, അവരോടൊരു ഇഷ്ടം ഉണ്ടാവണം, അവരുടെ കഴിവ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്ന് കരുതി എല്ലാവരും മനുഷ്യന്മാരാണ്, ഈ ലോകത്തുള്ള എല്ലാവരും മനുഷ്യന്മാരാണ്. അവർക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു ഇൻഹറൻറ്റ് ടാലൻ്റ് ഉണ്ട്. ചിലർ ഭയങ്കര ഉയർന്നു പോവും, ചിലർ ഉയരാൻ സമയമെടുക്കും. അപ്പോൾ എനിക്ക് ഒരു അന്ധമായ ഒരു ഫാനിൻ്റെ ഭാഗമായിട്ട് കുറേ പെണ്ണുങ്ങൾ ഇങ്ങനത്തെ കാര്യത്തിൽ കുടുങ്ങുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ ജിൻഡോ എന്ന് പറയുന്ന പെർട്ടിക്കുലർ വ്യക്തിനെ ഇത്രയും മെസ്സേജ് വരാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ ബിഗ് ബോസ് വിന്നർ എന്ന നിലയിലാണ്. ആൻഡ് ജിൻഡോ പല ലേഡിയായിട്ട് കോണ്ടാക്റ്റ് വെക്കാൻ വേണ്ടി പറയുന്ന മെയിൻ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ബിഗ് ബോസിൽ കയറ്റി തരാം, ഒന്ന് കുറേ നടിമാരെയും പരിചയപ്പെടുത്തി തരാം, ഒന്ന് വന്നോളൂ, പലതരത്തിലുള്ള പ്രൊമോഷൻ ഷൂട്ട് കാര്യങ്ങളൊക്കെ തരാം, ഇന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഫെയിമിൽ എത്തിയാൽ മതി, അല്ലെ എങ്ങനെയെങ്കിലുമൊക്കെ 4 ആൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറിയാൽ മതി എന്നൊക്കെയാണ് ഇന്നത്തെ ഒരു 1/3 ആൾക്കാരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ ആ ആഗ്രഹമുണ്ട് എന്ന് കരുതി നമ്മൾ ഈ ഇങ്ങനത്തെ ആൾക്കാരെ, അത് ആര് നല്ല ആര് ചീത്ത നമുക്ക് പറഞ്ഞില്ല, ഇങ്ങനത്തെ ആൾക്കാരെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ അവർ ഇതിനപ്പുറം പറയാനുള്ള ചാൻസ് എന്താണ്, കൂടുതലാണ്. കാരണം മുതലെടുക്കാൻ ശ്രമിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു നല്ല നിലയിൽ എത്തണം, അല്ലെങ്കിൽ ബിഗ് ബോസിൽ കയറണം എന്നൊരാഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവരുടെ ഒന്നും കാല് പിടിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല എന്ന് വെച്ചാൽ ഒരു ആവശ്യമില്ല. നിങ്ങൾ അതിന് വേണ്ടി പ്രയത്നിക്കുക, വേണ്ട എഫോർട്ട് എടുക്കുക, താനേ നിങ്ങൾ സക്സസ്സിലോട്ട് എത്തും, അത്രയേ ഉള്ളൂ. അപ്പം ആ ഒരു സ്വഭാവം ആദ്യം എല്ലാവരും ഒന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവന്മാർക്കൊക്കെ ഈ ഒരു പെരുമാറ്റം ഇവരും സ്റ്റോപ്പ് ചെയ്യും. നേരിട്ട് കണ്ടപ്പോഴാണെങ്കിലും ബിഗ് ബോസിലൊക്കെ അവസരമുണ്ട്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കിട്ടും നിനക്ക് അവസരം, 3 ആളെ കയറ്റാൻ പറ്റും, കാരണം ഞാൻ വിന്നറാണ്, എനിക്ക് 3 ആളെ കയറ്റാൻ പറ്റും, നീ ഇങ്ങോട്ട് വരണം. അതാണ് ജിൻഡോയുടെ ഒരു മെയിൻ സ്ട്രാറ്റജി.
ബിഗ് ബോസിൽ കയറ്റി തരാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പം ഇത് ബിഗ് ബോസിൽ കയറണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഓട്ടോമാറ്റിക്കലി ജിൻഡോനെ അപ്രോച്ച് ചെയ്യും. അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു തലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ബിഗ് ബോസിലോട്ട് പുതിയതായി പോകണം അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാരും കോൺടാക്ട് ചെയ്യും. കാരണം ജയിച്ച ആളല്ലേ. അപ്പോൾ പറഞ്ഞത് ഞാൻ ജയിച്ചത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലാലേട്ടൻ വിചാരിച്ച പോലും ഒരാൾ കയറ്റാൻ പറ്റില്ല. ഒരു പ്രോഗ്രാമാണ്, അവർക്ക് അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അല്ലാണ്ട് ഈ പെർട്ടിക്കുലർ ജിൻഡോ വിചാരിച്ച കയറ്റാൻ പറ്റുമെന്നൊന്നുമില്ല. പക്ഷേ ജിൻഡോൻ്റെ ഒരു സ്ട്രാറ്റജി അതാണ്, പെണ്ണുങ്ങളായിട്ട് സംസാരിക്കാനും ഇടപെടാനും ചാറ്റ് ചെയ്യാനും അവൻ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. എറണാകുളത്ത് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ബിഗ് ബോസിൻ്റെ സ്റ്റുഡിയോ ഉണ്ട് അത്ര, അവിടെ എറണാകുളത്ത് ഏഷ്യനെറ്റ് അവിടേക്ക് പോവാം, സംസാരിക്കുക. എന്നിട്ട് നമുക്ക് അതിനെ ഇതാക്കി വിടാം, ആരും അറിയണ്ട, പൈസ കൊടുക്കണം അതിൽ അങ്ങനെ കയറണമെങ്കിൽ. അപ്പം അതിന് വേണ്ട ഞാൻ സംസാരിക്കുക. അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു ഡൗട്ടായി. കാരണം എനിക്ക് അറിയണവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല, അങ്ങനെ വിളിക്കില്ല അവർ. കാരണം അതിലേക്ക് കയറണമെങ്കിൽ അവരായിട്ട് നേരിട്ടാണല്ലോ വിളിക്കുക. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയണത് ഇങ്ങനെയാണ്, ഇങ്ങനെ കയറണമെങ്കിൽ ഞാൻ വിന്നറായത് കൊണ്ട് എനിക്ക് കയറ്റാൻ പറ്റും, അങ്ങനെയുള്ള രീതിയിലും അന്നും സംസാരിച്ചു. അപ്പോഴും എനിക്കിതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഇന്നത്തെ ആൾക്കാരുടെ മീഡിയനോടുള്ള താല്പര്യത്തെ മുതലെടുക്കുകയാണ് ഇവർ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഇന്ന് കുട്ടികൾ വളർന്നു വരുന്നത് തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ പ്രഗ്നൻസി തൊട്ട് കുഞ്ഞാവ ഉണ്ടായതും കുഞ്ഞാവേൻ്റെ പേജുകളും കുഞ്ഞാവേൻ്റെ ഫോട്ടോകളും കുഞ്ഞാവേൻ്റെ വീഡിയോകളും, അവരൊക്കെ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിൽ ജീവിക്കുകയാണ്. ഈ വേറെ എൻ്റർടൈൻമെൻറ്റുകളോ വേറെ രസങ്ങളോ വേറെ ജോലികളോ ഒന്നും അറിയില്ല. ഇപ്പോഴത്തെ ഒരു കുട്ടികളോട് നമ്മളൊക്കെ നമ്മളുടെ ചെറുപ്പകാലത്ത് കളിച്ചിട്ടുള്ള കളികളെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും അറിയില്ല. ഒളിച്ച് കളി, സാറ്റ്, പിന്നെ ഈർക്കിൽ വെച്ചിട്ടുള്ളൊരു കളിയുണ്ട്. അങ്ങനെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഈ ഗെയിംസൊക്കെ ഇവർക്ക് അറിയോ? കക്ക് കളിക്കുക, ഇതൊന്നും ആർക്കും അറിയില്ല. കാരണം ഒക്കെ സോഷ്യൽ മീഡിയ യുഗത്തിലാണ്. ഇവർ കാണുന്നതും വളരുന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പം ഇവരുടെ ആഗ്രഹവും എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ റീച്ച് ആവണം എന്നാ. ഓരോരുത്തർക്ക് ഓരോ വൈബിലുള്ള ആൾക്കാരിൽ ഫാൻ ഉണ്ട്. ഇപ്പോൾ തൊപ്പി ഫാൻസ് എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്, ഹനാൻഷ, അങ്ങനെ പല ഫാൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും അവരെ കാണണം, അവരെ മീറ്റ് ചെയ്യണം, അവരുടെ ലെവലിലോട്ട് എത്തണം. അപ്പോൾ അവരൊരു ഇൻസ്പിറേഷനായി കണ്ടുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും പല രീതിയിൽ. അപ്പോൾ ഇതൊക്കെ ചൂഷണം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിലൊന്നാണ് ഈ ജിൻഡോ. ബിഗ് ബോസ് ജിൻഡോ പറഞ്ഞാൽ കയറ്റും. അങ്ങനെയാണ് ജിൻഡോ മാത്രം മതിയല്ലോ. ഇതിന് മുമ്പ് ജയിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ പറഞ്ഞിട്ടാണ് ജിൻഡോനെ കയറ്റിയത്. മണ്ടത്തരം. അത് അന്ന് ഓണത്തിൻ്റെ ഒരു ഷൂട്ട് ചെയ്യണം, കളരിയുടെ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ പറഞ്ഞത് ആളുടെ ഫ്ലാറ്റിലേക്ക് വരും എറണാകുളത്ത്, അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം. ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ വിടില്ല, എൻ്റെ വീട്ടിൽ അങ്ങനെ അമ്മയൊന്നും അങ്ങനെ വിടില്ല, ഒറ്റയ്ക്കൊന്നും ഞാൻ അങ്ങനെ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ഫോൺ കൊടുക്കും, ഞാൻ സംസാരിക്കാം, അമ്മയുടെ അടുത്ത് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയൊന്നുമില്ല, ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞ് വിടും, അങ്ങനെ ഇങ്ങനെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാതിരി സംസാരിച്ചു. അപ്പോൾ അമ്മയ്ക്ക് അതൊരു പന്തികേടായി തോന്നിയില്ല. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, പോകണ്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് ഞാൻ വരില്ല എന്ന് തന്നെ പറയുകയും ചെയ്തു. നിന്റെ ഫ്ലാറ്റിൽ താമസിപ്പിച്ചു. ഇനി ഒരു കാര്യത്തിന്റെ വീഡിയോ ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് സ്വന്തം ഫ്ലാറ്റിലോട്ട് വിളിക്കുക. ആൻഡ് വിളിക്കുന്ന സമയം തന്നെ മനസ്സിലാക്കിക്കൂടെ ഈ പെർട്ടിക്കുലർ ആളുടെ ഇൻറ്റൻഷൻ വളരെ മോശമാണ്. അന്ന് നിങ്ങൾ റിയാക്ട് ചെയ്യണ്ടായിരുന്നോ? അന്ന് തന്നെ റിയാക്ട് ചെയ്ത് ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ മുഖം നിങ്ങൾ പുറത്ത് കാണിച്ചിരുന്നെങ്കിൽ കുറേ പേർക്കെങ്കിലും ഇയാളുടെ വലയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഞാനിത് ഒരുപാട് ആൾക്കാരുടെ വോയിസാണ് ഞാൻ ഈ കേൾപ്പിച്ച് തരുന്നത്. എത്ര പേർക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു? ഇപ്പോൾ സിജോ എന്ന് പറയുന്ന പെർട്ടിക്കുലർ വ്യക്തിയുടെ നേരെ വന്ന അലിഗേഷൻ്റെ ഭാഗമായി ചിലപ്പോൾ അയാൾ ഈ ജിൻഡോനെ പറ്റി പറഞ്ഞ് വീഡിയോ ഇട്ടപ്പം നിങ്ങളൊക്കെ കോണ്ടാക്ട് ചെയ്ത് എത്ര പേരുണ്ട്, കോണ്ടാക്ട് ചെയ്യാത്ത എത്ര പേരുണ്ട്, എൻ്റെ ഐഡൻറ്റിറ്റി പുറത്തു പോയാൽ പ്രശ്നമാവുമെന്ന് കരുതി സൈലൻ്റ് ആയിരിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? സൈലൻസ് പാടില്ല. സൈലൻസ് ആയാൽ തന്നെ ഈ വിഭജികയുടെയും അതുല്യയുടെയും ഒക്കെ ഒരു ജീവിതം പോലെ ആയിപ്പോവും. എന്തെങ്കിലും തെറ്റ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പുറമെ വന്ന് സ്ട്രോങ് ആയിട്ട് അങ്ങ് പറയണം. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഒറ്റയ്ക്ക് വാ, നമ്മൾ നോക്കാം, ഞാൻ നോക്കാം എന്നുള്ള രീതിയിൽ അയാളെ സംസാരിച്ചു. ഞാൻ അധികം നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തിരിച്ച് റീപ്ലൈ കൊടുക്കണമുണ്ട്, നടക്കില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ആള് പതുക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ മെസ്സേജ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഇതാക്കും. പിന്നെ ഞാൻ അധികം എല്ലാത്തിലും ഞാൻ കേട്ടൊരു സാധനമാണ് ഒറ്റയ്ക്ക് വാ. ഇതെന്ത് ഈ ഒറ്റയ്ക്ക് വരേണ്ട ആവശ്യം? അച്ഛൻ്റെയോ അമ്മേൻ്റെയോ സഹോദരങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ കൂടെ വന്നാൽ എന്താ? ഇല്ല, ഒറ്റയ്ക്ക് തന്നെ വരണം അല്ലേ? ഒറ്റയ്ക്ക് വരുമ്പോൾ എന്താ ആവശ്യം? ഇത്രയ്ക്ക് വൃത്തിയായിട്ട ഒരാളാണ് ഈ ജിൻഡോ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. കാരണം ആ സീസണിൽ അങ്ങനെ ഇന്ന ആൾ ജയിക്കണം
എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ഏത് സീസൺ കാണുമ്പോൾ ഇയാൾ വിന്നർ ആവണം, ഇയാൾ എത്രത്തോളം എഫോർട്ട് എടുത്തിട്ടുണ്ട്, ഇയാൾ അതിന് വേണ്ടി കൂടെ നിന്നിട്ടുണ്ട് എന്നൊരു തോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ സീസണിൽ മാത്രം എനിക്കങ്ങനെ പ്രത്യേക ഒരു അഭിപ്രായമില്ല. കാരണം എല്ലാം വൈക്ക് ന്യൂട്രൽ പ്ലേ എന്നൊരു മെൻറ്റാലിറ്റി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലെ ഒരാളെ പറ്റി അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല. പക്ഷെ എന്നാലും ജിൻഡോ കളിച്ച് ഫ്രണ്ടോട്ടൊക്കെ വന്ന സമയത്ത് ഓക്കെ ജിൻഡോ എന്നാൽ കയറട്ടെ എന്നൊരു തോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു 20% ഒക്കെ ജിൻഡോ ജയിച്ചോട്ടെ എന്നൊരു മൈൻഡാണ്. പക്ഷെ ഇതിനുള്ളിൽ ഇത്രയും വൃത്തികെട്ട ഒരു ജിൻഡോ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയ ഏതെങ്കിലും ഒരു കുട്ടി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഐ വോണ്ട് യു ഗൈസ് ടു ലീവ് ജിൻഡോസ് വോയിസ് ടു. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് സിജോനോട് പറയുന്ന വോയിസ് അല്ലാണ്ട് ജിൻഡോ നിങ്ങളോട് സംസാരിച്ചതോ ജിൻഡോ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതോ ചാറ്റോ സ്ക്രീൻഷോട്ടോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പുറമേക്ക് ഇടണം. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ പറയുന്ന കാര്യത്തിന് ഒരു ക്ലാരിറ്റി കിട്ടും. ഞാൻ അധികം മെസ്സേജ് അയക്കാനും ഇതിനൊന്നും പോവില്ല. കാരണം വഴക്കായി ഇത് വലിയൊരു ഇഷ്യൂ ആവണ്ടെന്നുള്ളത് കൊണ്ടാണ്. കാരണം പിന്നെ എന്താ ഇത് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാനും പറ്റില്ലല്ലോ. ഇത് എപ്പോഴായാലും പുറത്ത് കൊണ്ടുവരണമല്ലോ, വെളിച്ചത്ത് കൊണ്ടുവരണമല്ലോ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ആദ്യം തന്നെ ഞാൻ ഈ പെൺകുട്ടിക്ക് ഒരു ഹാറ്റ്സ് ഓഫ് പറയാണ്. കാരണം എനിക്ക് മെസ്സേജ് അയച്ച ഒരു 7-8 പെൺകുട്ടികളുണ്ടായിരുന്നു. അതിൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു പുറത്ത് പറയാൻ. അതാ പറഞ്ഞത്. പിന്നൊരു പ്രത്യേകത എന്താ പറയുക, എപ്പോഴാണെങ്കിലും വെളിച്ചത്ത് കൊണ്ടുവരണം എന്നല്ല, കൊണ്ടുവരേണ്ട ടൈമിൽ തന്നെ ഇത് എന്ത് ചെയ്യണം, പുറത്ത് കൊണ്ടുവരണം. ഇതിപ്പോൾ നിങ്ങൾ എത്രത്തോളം ലേറ്റായി എന്ന കാര്യം എനിക്കറിയില്ല. പക്ഷേ ഇനിയെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രശ്നമോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ക്ഷമ കൊടുക്കാണ്ട് പുറത്ത് വന്ന് പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം. ഇല്ലെങ്കിൽ ഇവർ നിങ്ങളെ ചതിക്കുന്നത് പോലെ ബാക്കിയുള്ള ആൾക്കാരെയും ചതിക്കും. വോയിസ് കാര്യങ്ങളൊക്കെ ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ നാണം കെടുത്താനോ ഒന്നും വേണ്ടിയിട്ടല്ല. എനിക്കിതിൽ കൂടെ കൺവേ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇങ്ങനെ കുറേ വൃത്തികെട്ട മനുഷ്യന്മാരുണ്ട് സ്വന്തം ഫെയിം യൂസ് ചെയ്യുന്നത്. ഈ കാറ്റഗറി ഓഫ് ആൾക്കാരെ നിങ്ങൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് ആവണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ സ്വയം പണിയെടുത്ത് എഫോർട്ട് കൊണ്ട് ഫ്രണ്ടോട്ട് വരാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് കാല് പിടിച്ചുകൊണ്ട് വരാണ്ട് നിൽക്കാൻ ശ്രമിക്കുക. ആൻഡ് മൂന്നാമത്തെ കാര്യം, അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഓൺ ദ സ്പോട്ട് ആ സെക്കൻഡ് തന്നെ എന്ത് ചെയ്യുക, പുറമെ വന്ന് പറയാൻ ശ്രമിക്കുക. കാര്യങ്ങളാണെങ്കിലും ആരോട് സംസാരിക്കുന്നതാണെങ്കിലും എല്ലാത്തിനും ഡേറ്റയും പ്രൂഫ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും അങ്ങ് ശ്രദ്ധിച്ച് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊരു ബുദ്ധിമുട്ടാണ്, അവരെത്ര ഹേർട്ട് ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. നമ്മളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ഹേർട്ട് ചെയ്തവർക്ക് എഗെയിൻസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പോയേ പറ്റും. സോ അതിനും കൂടെ ഉള്ളൊരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയാം. ആൻഡ് മോർ ഓവർ സോഷ്യൽ മീഡിയ അതിൽ ഫെയിം ആവുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. ലൈക്ക് ഗോളാണ്, എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും, ഇഷ്ടമായിരിക്കും. ബട്ട് ദറ്റ് ഈസ് നോട്ട് സംതിങ് വെരി ബിഗ്. ഡോണ്ട് സ്പോയിൽ യുവർ ലൈഫ് ഇങ്ങനത്തെ ഓരോ ആൾക്കാരുടെ അടുത്ത് എത്തിപ്പെട്ടിട്ട്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.